അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ശ്രീലങ്കയിൽ കടന്നു പോകുവാൻ സാധിച്ചു. ദൈവകൃപയാൽ കടന്നുപോയി തിരിച്ചിവിടെ എത്തി. ഇവിടെ നല്ല സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ വന്നു. ദൈവം എല്ലാം സ്വന്തമായിട്ടും മഹത്വത്തോടെ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. 10-20 ദിവസം ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു. അവിടെ പോയ കാര്യങ്ങളെല്ലാം മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം അനുഗ്രഹിച്ചു. ഒരു വീട് മേടിക്കാനും അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാനുമാണ് അവിടെ പോയത്. അത് ദൈവകൃപയാലും ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം അനുഗ്രഹിച്ചു. കടന്നു വന്നു. പിറ്റേ ദിവസം തൊട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാൻ തുടങ്ങി. ദൈവം ബലപ്പെടുത്തി ഇത്രത്തോളം നിർത്തിയിരിക്കുന്നു. ഇന്ന് യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നമ്മളെ ഓരോ ദിവസവും ബലപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ എല്ലാം ദൈവം വളരെ അനുഗ്രഹത്തോടെ കടന്നു പോകാൻ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഓർക്കുകയത് നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ദൈവം ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയാണ്. അത് നമുക്കൊരു എപ്പോഴും ഒരു സന്തോഷം നൽകുന്ന നമുക്ക് പിതാവായ ഒരു ദൈവമുണ്ട്. യേശു നമുക്ക് വേണ്ടി മീഡിയേറ്റർ ആയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. അത് നമുക്കൊരു വലിയൊരു സന്തോഷം നൽകുന്നതാണ്. ഒരു ട്രയൂൺ ഗോഡ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുവാനായിട്ട് ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്തു. അപ്പം ഞാൻ ഓർക്കുകയത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിവിടുന്ന് ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഏകദേശം ഒരു 30,000 ഫീറ്റ് മുകളിലായിരുന്നപ്പം ഞാൻ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു. ഉറങ്ങാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു പ്രാർത്ഥിക്കുക, മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മിനിസ്ട്രിയോടനുബന്ധിച്ചുള്ള എല്ലാ ദേവദാസന്മാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നൊരു ഹൃദയത്തിൽ ഒരു പ്രകാശം തന്നു. അപ്പം ഞാൻ അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി, സഭയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ മിനിസ്ട്രിയിൽ വേല ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് പേരെടുത്ത് എല്ലാവരും പ്രാർത്ഥിച്ച് പ്ലെയിൻ ഇറങ്ങിയപ്പം ആന്ധ്രയിൽ പ്രവർത്തിക്കുന്ന പാസ്റ്ററും ഭാര്യയും ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ അത്ഭുതകരമായിട്ട് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് രക്ഷപ്പെട്ടു. ഒരു പോറൽ പോലും ഏൽക്കാതെ രണ്ടുപേരും ബൈക്കിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തെറിച്ചു പോയെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ അവര് എഴുന്നേറ്റ് വന്നു എന്ന്. അപ്പം ഞാൻ ഓർക്കുകയത് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും എല്ലാം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം 30,000 മൈൽ അകലെയാണേലും പ്ലെയിൻ്റെ അകത്ത് 30,000 ഫീറ്റ് മുകളിലാണേലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസും ദൈവത്തിൻ്റെ പ്രസൻസിലും നടക്കുക എന്ന് പറയുന്നത് ഒരു വിജയത്തിൻ്റെ ഒരു ഉല്ലാസഘോഷം. നീതിമാന്റെ ഭവനത്തിൽ ഉല്ലാസഘോഷമുണ്ട്. ഒരനർത്ഥവും ദൈവം വരുത്തുവാൻ ദൈവം അനുവദിക്കില്ല. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ഇന്നത്തെ ഒരു ചെറിയ 2026 നമ്മൾ കാലെടുത്ത് വെച്ചു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ദൈവം ഈ വർഷം നമ്മളെ വളരെ നല്ല രീതിയിൽ അനുഗ്രഹിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഞാനിന്ന് ബിജു പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർക്കുകയത് നമുക്ക് ദൈവത്തെ ഫോക്കസ് ചെയ്ത്, അതുപോലെ തന്നെ ദൈവം നല്ലവനാണ്, ദൈവത്തെ ഫോക്കസ് ചെയ്യുക. അപ്പം ഇന്നത്തെ ടോപ്പിക് അത് തന്നെയാണ്. നമുക്ക് ദൈവത്തെ ഫോക്കസ് ചെയ്ത് അപ്പം ഇന്ന് അതിനോടനുബന്ധിച്ച് ഞാൻ ഇന്ന് യൂത്തിനോടും പറഞ്ഞു നമുക്ക് ദൈവത്തെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഇൻറ്റൻഷന്, നമ്മുടെ ഉദ്ദേശം അതായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അപ്പം നമ്മുടെ ഇൻറ്റൻഷനും നമ്മളെപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ചും അവൻ്റെ ഉദ്ദേശം. ഇപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അവർ ഇൻറ്റൻഷൻ ആൻഡ് ഫോക്കസ് ഫോർ എ ഡിവൈൻ ലൈഫ് 2026. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക ജീവിതത്തിനായിട്ടുള്ള നമ്മുടെ ആ ഉദ്ദേശവും ആ ശ്രദ്ധയും അതായിരിക്കട്ടെ ഈ വർഷം 2026 നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്ത് ഒരു വിജയാളിയായിട്ട്. ഞാൻ ഇന്ന് യൂത്തിനോടും പറഞ്ഞു നമ്മളെല്ലാവരും
ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ പല തീരുമാനങ്ങളും നമ്മൾ എടുക്കും. അവസാനം ഡിസംബർ ആകുമ്പോഴത്തേനും ആ തീരുമാനം എടുത്തത് പലർക്ക് എന്താ തീരുമാനം എടുത്തതെന്ന് പോലും അറിയത്തില്ലാതെ വരും. അപ്പൊ ഈ വർഷം നമ്മുടെ ഇന്റൻഷന്, നമ്മുടെ ഫോക്കസ് ഒരു ഡിവൈൻ ലൈഫ്, ഒരു ദൈവീയ ജീവിതത്തിനായിട്ടുള്ള ആ ഉദ്ദേശവും ശ്രദ്ധയും അതിന് നിരന്തരം നമ്മളെ ഭരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം. ടു പ്ലാൻ ടു ഡു സംതിങ്, ടു ക്യാരി ഔട്ട്. നമ്മൾ ലക്ഷ്യം വെച്ച് ഒരു പദ്ധതി ഇട്ട് മുന്നേറുവാൻ ദൈവം ഈ വർഷം ആഗ്രഹിക്കുന്നു. അത് നടപ്പിലാക്കി നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ഫോക്കസ് ഒരു ലക്ഷ്യം വച്ച് ഒരു പദ്ധതി നമ്മളെടുത്ത് അത് നടപ്പിലാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഈ വർഷം സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴും ദൈവത്തിനൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. So let's see what was God's intention and focus to create the universe and how he created. അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി സൃഷ്ടിച്ചതിന് ദൈവത്തിനൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശവും ശ്രദ്ധയും എന്തായിരുന്നു? ദൈവം ഭൂമി ഈ യൂണിവേഴ്സ് സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിപ്പം കേട്ടു, ദൈവം നല്ലവനാണ്. God has a great good intention to create this universe. അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഇൻറ്റൻഷൻ ഒരു ഗുഡ് ഇൻറ്റൻഷൻ ആയിരുന്നു. ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു. ഒരു വലിയൊരു സതുദ്ദേശവും ഒരു നന്മയ്ക്കായിട്ട് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിക്കാൻ ഒരു തീരുമാനമെടുത്തു. അതായിരുന്നു ദൈവത്തിൻ്റെ ഇൻറ്റൻഷൻ. അപ്പം ആ ഇൻറ്റൻഷൻ ദൈവം അത് സ്ഥാപിച്ചെടുത്തു. ദൈവം ഒരു നല്ല കാര്യം ചെയ്തു, ഭൂമിയെ സൃഷ്ടിച്ചു. എന്തുകൊണ്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു? ദൈവം നല്ലവനായിരുന്നു. കാരണം ദൈവം നല്ലവനായ ദൈവമായതുകൊണ്ട് നല്ലൊരു ഉദ്ദേശത്തോടെ, നന്മയ്ക്കായിട്ട് ഒരു സതുദ്ദേശത്തോടെ ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ വർഷം ദൈവികമായിട്ട് ഒരു ഇൻറ്റൻഷനും ഒരു ഉദ്ദേശവും ഒരു ഫോക്കസും ഒരു ശ്രദ്ധയും നമ്മൾ ദൈവരാജ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ അത് ദൈവത്തിൻ്റെ ഒരു പ്രകാശനമായിട്ട്, ഒരു നല്ല ദൈവം നമ്മൾ ഉള്ളത് കൊണ്ട്, ഒരു നല്ല സൃഷ്ടിയായ നമ്മളെ ദൈവം സൃഷ്ടിച്ചു. അത് മറ്റുള്ളവർക്കൊരു ഉപകാരവും ഒരു നന്മയായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നല്ലവനാണ്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പം നമ്മൾ ബൈബിളിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ദൈവം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്നുള്ളത്. ദൈവം നല്ലവനാണ്. ഒരു നല്ല ഉദ്ദേശത്തോടെ, ശ്രദ്ധയോടെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇനി എങ്ങനെയാണ് ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. അതിൻ്റെ ഹീബ്രു എബ്രായ ലേഖനം 11:3. അതിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു: ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ വേൾഡ് were framed by the word of God, so that the things which are seen were not made of the things which are visible. അതിൻ്റെ മലയാളം നമുക്ക് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഇത് ക- ദൈവവചനമാണ്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് പെരുമാറ്. ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണ്, നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പം നമ്മുടെ അറിവ്, നമ്മുടെ വിശ്വാസം, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് വചനത്താലാണ്. കാണാത്തവയിൽ നിന്ന് കാണാവുന്ന ഒരു ഭൂമിയെ, ഒരു പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു. അപ്പം ആ ഒരു കൺസെപ്റ്റ് അത് നമ്മൾ ഫെയ്ത്ത് മുഖാന്തരം മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലായി, ദൈവം വചനം കൊണ്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. അതിലൊന്നാമതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, അവർ ഹെവൻലി ഫാദർ ഈസ് എ സോഴ്സ് ഓഫ് ഫെയ്ത്ത്. നമ്മുടെ പിതാവായ ദൈവമാണ്
ഈ ഫെയ്ത്തിന്റെ ഉറവിടം. ഫെയ്ത്തിന് ഒരു ഉറവിടമുണ്ടെങ്കിൽ അത് പിതാവായ ദൈവമാണ്. അതുപോലെ തന്നെ ജീസസ് ഈസ് ദ വേർഡ് ഓഫ് ഫെയ്ത്ത്. യേശു കർത്താവാണ് വചനം. റോമാലേഖനം 10:17 പറയുന്നുണ്ട്, വിശ്വാസം വചനത്തിന്റെ കേൾവിയാൽ വരുന്നു. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. പിതാവായ ദൈവം നമ്മുടെ ഫെയ്ത്തിന്റെ സോഴ്സ് ആണ്. കർത്താവായ യേശു ക്രിസ്തു ഈസ് ദ വേർഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് ദ ഫെയ്ത്ത്. അപ്പം നമുക്കറിയാം, ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പം വചനത്താലാണ് സൃഷ്ടിച്ചത്. ദൈവം ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ വചന ധ്യാനത്തിലും ആ വചനത്താൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പണിയുമ്പോൾ ഒരു പൈശാചിക വ്യാപാരം, ഒരു അന്ധകാര വ്യാപാരവും അവിടെ അടുക്കുവാൻ ദൈവം അനുവദിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ പോലെ നമ്മുടെ സോഴ്സ് വരുന്നത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. ഫെയ്ത്തിന്റെ സോഴ്സ് വരുന്നത് യേശു കർത്താവാണ് വചനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റ് ആണ് ഇതിൻ്റെ എല്ലാം സബ്സ്റ്റൻസ്. നമ്മൾ അത് വിശ്വാസത്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം നിർമ്മിക്കപ്പെട്ടു. ആ ഒരു പരിജ്ഞാനം ദൈവം നമുക്ക് തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വചനത്താൽ ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാം സൃഷ്ടിച്ചു. ആ വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുഴങ്ങി നമ്മുടെ ജീവിതം പണിയുവാൻ അതെപ്പോഴും നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കണം. കാണാത്തവയെ ഉളവാക്കുന്ന, കാണുന്ന അതിലേക്ക് കൊണ്ടുവരുവാൻ ദൈവവചനമാണ് ഉപയോഗിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിലുടനീളം പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്കത് സന്തോഷം നൽകുന്നില്ല. അപ്പം അതിനെയെല്ലാം മാറ്റി ഒരു ജീവൻ്റെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, അതിൻ്റെ സോഴ്സ് വരുന്ന പിതാവായ ദൈവത്തിൽ നിന്നാണ്. യേശു കർത്താവാണ് ആ വചനം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്, നമ്മൾ ആ വചനം കൽപ്പിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സബ്സ്റ്റൻസ് കൊണ്ടുവന്നിരിക്കും. അതായിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ ആ വചനത്തിൻ്റെ ആ മർമ്മം, അതിൻ്റെ ആ ശക്തി, അതിൻ്റെ ആ ബലം, അത് സബ്സ്റ്റൻസ് ആയിട്ട് അതൊരു രൂപകൽപ്പന അതായിട്ട് വരുവാനായിട്ട് ഈ വർഷം നമുക്ക് അതിൽ ആശ്രയിക്കാം. കാരണം വിശ്വാസത്തിന് ഒരു ഉറവിടമുണ്ട്, ദൈവമാണ്. വചനം യേശു കർത്താവായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സബ്സ്റ്റൻസ്, അതിൻ്റെ സത്ത, അത് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കത് ബലപ്പെടാൻ വളരെയധികം നമുക്ക് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസത്തിന് ഉറവിടമുണ്ട്. വചനമാകുന്ന കർത്താവ് വിശ്വാസമാണ്. അതുപോലെ തന്നെ അതിൻ്റെ സബ്സ്റ്റൻസ് ഹോളി സ്പിരിറ്റാണ്. അപ്പം നമ്മൾ കാണാത്ത കാര്യങ്ങളെ കാണുന്ന രീതിയിലേക്ക് വരുവാൻ എന്തുമാത്രം പ്രയാസമുണ്ടെങ്കിലും അതിൽ നിന്നിൻ്റെ മധ്യത്തിൽ നമ്മൾ ആ കാണാത്ത കാര്യത്തെ കാണുന്ന രീതിയിൽ കൊണ്ടുവരാൻ പിതാവായ ദൈവവും പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും നമുക്കുള്ളതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദൈവമെല്ലാം ഉളവാക്കി. അപ്പം അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കാണുന്നത് വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ ജീവിതം പണിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ആ ജീവിതം പണിയുമ്പോൾ വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1 മുതൽ നമുക്ക് 4 വരെ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് വാസ് വിത്ത് ഗാഡ് ആൻഡ് ദ വേർഡ് വാസ് ഗാഡ്. He was in the beginning with God. All things were made through him. Without him, nothing was made. In him was life, and that life was the light of the man. And the light shines in the darkness, and the darkness did not comprehend it. അപ്പം അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 5 വരെ നമുക്ക് വായിക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു,
വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കിയില്ല. ഇപ്പൊ എന്ത് അതിനെ അന്ധകാരം, പിടിച്ചടക്കിയില്ല. പ്രൈസ് ലോർഡ്, താങ്ക് യു. ഇപ്പൊ എന്ത് ബുദ്ധിമുട്ടാണേലും അന്ധകാരം ഒരിക്കലും പിടിച്ചടക്കാൻ ദൈവം അവിടെ ഒരു നിയമം കൊടുത്തിട്ടില്ല. അപ്പൊ അന്ധകാരം, അത് എന്തുമാത്രം അന്ധകാരം ഉണ്ടായാലും അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ സൃഷ്ടി ദൈവം നടത്തിയെടുത്തു. കാര്യം ദൈവമാണ് വിശ്വാസത്തിന്റെ സോഴ്സ് ദൈവമാണ്. യേശു കർത്താവ് അവിടെ വചനമായിട്ടുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അത് സബ്സ്റ്റൻസ് ആയിട്ട് ദൈവം അത് വരുത്തി മാറ്റി. അപ്പം ദൈവത്തിന്റെ ആ ഗുഡ് ഇന്റൻഷൻ, ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ആ ഗുഡ് ഇന്റൻഷൻ അത് അതുപോലെ തന്നെ ആ സദുദ്ദേശത്തോടെ ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പം നമ്മുടെ ജീവിതത്തിലും വചനത്താൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെയും അതുപോലെ തന്നെ കുടുംബത്തെയും എല്ലാം പണിയുവാനായിട്ട് ഈ വർഷം ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനോടനുബന്ധിച്ച് ജനസിസ് ഉൽപ്പത്തി 1 മുതൽ നമുക്ക് 4 വരെ 5 വരെ വായിക്കാം. ഉൽപ്പത്തിയുടെ 1 മുതൽ മലയാളത്തിൽ വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിനു മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ഫാദർ. നമ്മൾ അവിടെയും കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കണ്ടു, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിച്ചു, ഇരുട്ട് അതിനെ ഗ്രഹിച്ചില്ല. അപ്പം ദൈവം എല്ലാം സൃഷ്ടിച്ച്, പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, സോഴ്സായിട്ട് പിതാവായ ദൈവം ഉണ്ടായിരുന്നു, വേർഡായിട്ട് യേശു കർത്താവ് ഉണ്ടായിരുന്നു, സബ്സ്റ്റൻസ് ആയിട്ട് അത് ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പം അതിൽ നമ്മൾ കാണുന്നത് അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പം നമ്മുടെ ജീവിതത്തിലും ആ വെളിച്ചത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ വചനത്തിന്റെ പ്രവൃത്തിയും ദൈവം അതിന്റെ സോഴ്സായിട്ട് നമ്മുടെ വിശ്വാസത്തിലുണ്ട്. വിശ്വാസം ആ സോഴ്സായിട്ട് ദൈവം നമ്മൾ ഉണ്ട്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ വർഷം അത് ഏറ്റെടുക്കാം. അപ്പൊ അത് നല്ല കാര്യമായിട്ട് മാറണം. നമ്മൾ കണ്ടു, ചിലര് തിന്മയ്ക്കായിട്ട് അവരും പണിയും, പക്ഷെ അതെല്ലാം ദൈവം കലക്കിക്കളയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കണം, നമ്മൾ നല്ലവനായൊരു ദൈവത്തെ സേവിക്കുന്നു, ദൈവം സോഴ്സായിട്ട് നമുക്കുണ്ട്, വചനമായിട്ട് കർത്താവുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം പെട്ടെന്ന് നമുക്ക് വായിക്കാം. അതിൻ്റെ ജനസിസ് 11:1 തൊട്ട് 5 വരെ വായിക്കാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇരിക്കാം. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും 11:1 തൊട്ട് 5 വരെ അല്ലേ പാസ്റ്റർ? 11:1 തൊട്ട് 5 വരെ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു. അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ, വരുവിൻ, നാം ഇഷ്ടിക അർത്തിച്ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെ ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്നവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പൊ അതിന്റെ അവസാനം നമ്മൾ കാണുന്നു. അതിന്റെ 8 കൂടെ വായിക്കാം. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. അപ്പൊ ഇവിടെ ഗുഡ് ഇന്റൻഷനോടെ അല്ല അവർ തുടങ്ങി. അവർക്കൊരു പ്രൈഡ് അവരുടെ ജീവിതത്തിൽ വന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അവർ പണിതു. ദൈവം അത് ചിതറിച്ചു കളഞ്ഞു. നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ പണിയുവാൻ ആരംഭിക്കുമ്പം ദൈവം നമുക്ക് സോഴ്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ജഡത്താലുള്ള ആ പണിയല്ല ദൈവം എപ്പോഴും. നമ്മുടെ ദൈവത്തിന്റെ ദൈവാത്മാവിനാലുള്ള ഒരു പണി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ചെയ്തെടുക്കുവാനായിട്ട് സോഴ്സായിട്ട് പിതാവായ ദൈവമുണ്ട്.
വേർഡ് ഓഫ് ഗോഡായിട്ട് യേശു കർത്താവുണ്ട്, അതിൻ്റെ സത്തയായിട്ട് പരിശുദ്ധാത്മാവുണ്ട്. ഈ ദിവസം ഈ വർഷം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനായിട്ട് ഒരു വിക്ടറിയുടെ ഒരു വർഷമായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. കാര്യം ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പണിതെടുക്കുവാനായിട്ട് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അതെപ്പോഴും ദൈവത്തിൻ്റെ സന്തോഷം നൽകുന്നതാണ്. ഇപ്പം ബാബേൽ ഗോപുരം നമ്മൾ കണ്ടു. അവർ അഹംഭാവം പൂണ്ടവരായിട്ട് അവർ അവരുടെ ഫ്ലഷി പണിതു, അതൊന്നിനും ഉപകരിച്ചില്ല. അതുകൊണ്ട് ഈ 2026 നമ്മൾ ദൈവവചനത്താൽ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചവരാണ്. അപ്പം ദൈവവചനത്താൽ നമുക്ക് പണി ആരംഭിച്ച് ഈ വർഷം അതൊരു ഹാർവസ്റ്റായിട്ട് മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുക, സുവിശേഷ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു യൂത്ത് പൂനെയിൽ നിന്ന് കടന്നു വന്നു. അവള് ഇടുക്കിയിലൊരു